നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ മത്സരം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാടുകുന്ന JDT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിലും കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ 11, 15 വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ ശക്തമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ റേഞ്ച് IG തോംസൺ ജോസ് നാദാപുരത്ത് സന്ദർശനം നടത്തി. നാദാപുരം മേഖലയിൽ ക്രമസമാധാന നില ഭദ്രമാണെന്നും ആവശ്യത്തിന് പോലീസുകാരെയും സുരക്ഷയ്ക്കായി അഡീഷണൽ പട്രോളിംഗും ഏർപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ IG സന്ദർശനം നടത്തി. ക്രമസമാധാന ചുമതലയുള്ള ADGP വടകരയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 1600ഓളം പോലീസുകാരെയാണ് മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമാടുകുന്ന JDTയിലാണ് നടക്കുക. EVM വോട്ടെണ്ണൽ ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി വസ്തുതാവിരുദ്ധവും ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ പരത്താനും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകുന്ന ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്കും അവ ഷെയർ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിപുലമായ സംവിധാനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ഉള്ളടക്കങ്ങൾ എത്തുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർക്കെതിരെയും നടപടി വരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആഹ്ലാദ പ്രകടനങ്ങൾ വൈകിട്ട് 7 മണിയോടെ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. വീറും വാശിയും നിറഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ UDFനായി ഷാഫി പറമ്പിലും LDFനായി KK ശൈലജയും NDAയ്ക്കായി പ്രഫുൽ കൃഷ്ണയുമാണ് ജനവിധി തേടിയത്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്ന തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂൾ പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രകാരം പൊതുയോഗമോ 5 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാനോ പാടില്ല. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നിരോധനാജ്ഞ. അടിയന്തര വൈദ്യസഹായം, നിയമപാലനം, അഗ്നിസുരക്ഷ, സർക്കാർ പ്രവർത്തികൾ എന്നിവയ്ക്ക് അനുമതിയുണ്ടെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോരങ്ങാട് സെന്റ് അൽഫോൺസ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 100 മീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.